ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളും ആക്ടിവിറ്റികളുമാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. Question A. Why does the sight of the old man frighten Pelayo? പെലായോ ആ വൃദ്ധനെ കണ്ട് ഭയപ്പെട്ടത് എന്തുകൊണ്ട്? Answer. He was frightened because the old man had huge wings. വൃദ്ധന് വലിയ ചിറകുകളുള്ളതുകൊണ്ടാണ് അവൻ ഭയപ്പെട്ടത്. Question B. Why was the old man unable to get up? ആ വൃദ്ധന് എഴുന്നേൽക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ട്? Answer. His heavy wings were stuck in the mud. അദ്ദേഹത്തിന്റെ ഭാരമുള്ള ചിറകുകൾ ചെളിയിൽ കുടുങ്ങിപ്പോയിരുന്നു. Question C. The couple considered the old man a lonely castaway. Why? ദമ്പതികൾ ആ വൃദ്ധനെ ഒരു ഒറ്റപ്പെട്ട അഭയാർത്ഥിയായി കരുതിയത് എന്തുകൊണ്ട്? Answer. Because he looked like a poor, shipwrecked sailor. കപ്പൽ തകർന്നു വന്ന ഒരു പാവം നാവികനെപ്പോലെ തോന്നിച്ചതുകൊണ്ട്. Question T. Why was the neighbor woman sure that the old man was an angel? വൃദ്ധൻ ഒരു മാലാഖയാണെന്ന് അയൽവാസി ഉറപ്പിച്ചതെന്തുകൊണ്ട്? ഉത്തരം. She believed that only angels have wings. മാലാഖമാർക്ക് മാത്രമേ ചിറകുകൾ ഉണ്ടാകൂ എന്ന് അവൾ വിശ്വസിച്ചിരുന്നു. Question A. Why did Pelayo arm himself with a club? പെലായോ ഒരു വടിയെടുത്തതെന്തുകൊണ്ട്? Answer. He was afraid of the strange creature and wanted protection. വിചിത്രമായ ആ ജീവിയെ പേടിയുള്ളതുകൊണ്ട് സ്വയം രക്ഷിക്കാനാണ് അവൻ വടിയെടുത്തത്. Question F. What made the couple suddenly decide to treat the man with some kindness? ആ വൃദ്ധനോട് ദയ കാണിക്കാൻ ദമ്പതികൾ തീരുമാനിച്ചതെന്തുകൊണ്ട്? Answer. Their sick child recovered from fever. അവരുടെ അസുഖമായിരുന്ന കുട്ടിക്ക് പനി മാറിയതുകൊണ്ടാണ് അവർക്ക് ദയ തോന്നിയത്. Question G. Why does Pelayo lock the old man in the chicken coop? പെലായോ ആ വൃദ്ധനെ കോഴിക്കൂട്ടിലടച്ചതെന്തുകൊണ്ട്? Answer. He thought the old man was a nuisance and a strange animal. ആ വൃദ്ധൻ ഒരു ശല്യമാണെന്നും ഒരു വിചിത്ര മൃഗമാണെന്നും അവൻ കരുതി. Question H. Why do the people treat the old man like a circus animal? ആളുകൾ ആ വൃദ്ധനെ ഒരു സർക്കസ് മൃഗത്തെപ്പോലെ കണ്ടതെന്തുകൊണ്ട്? Answer. People were curious and had no respect for him. ആളുകൾക്ക് കൗതുകമായിരുന്നു, അദ്ദേഹത്തോടൊട്ടും ബഹുമാനമില്ലായിരുന്നു. Question I. Do you think Elisenda is shrewd and clever? Why? എലിസെൻഡ ബുദ്ധിമതിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ട്? Answer. Yes, she made money by charging a fee to see the angel. അതെ, മാലാഖയെ കാണാനെത്തുന്നവരിൽ നിന്ന് പണം ഈടാക്കി അവൾ വലിയ ലാഭമുണ്ടാക്കി. Question J. His only supernatural virtue seemed to be patience. Why does the author say so? ക്ഷമ മാത്രമാണ് അദ്ദേഹത്തിന്റെ അത്ഭുത ഗുണമെന്ന് എഴുത്തുകാരൻ പറയാൻ കാരണമെന്ത്? Answer. He remained calm even when people teased and hurt him. ആളുകൾ പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിട്ടും അദ്ദേഹം വളരെ ശാന്തനായി എല്ലാം സഹിച്ചു. Question K. Why do more people flock to see the woman rather than the old man? വൃദ്ധനേക്കാൾ കൂടുതൽ ആളുകൾ ആ സ്ത്രീയെ കാണാൻ തിരക്കുകൂട്ടിയതെന്തുകൊണ്ട്? Answer. Her story was more interesting and the ticket was cheaper. അവളുടെ കഥ കൂടുതൽ രസകരമായിരുന്നു, കൂടാതെ ടിക്കറ്റ് നിരക്ക് കുറവുമായിരുന്നു. Question L. Why is the doctor surprised by the logic of the wings? ചിറകുകളുടെ പ്രത്യേകത കണ്ട് ഡോക്ടർ അത്ഭുതപ്പെട്ടതെന്തുകൊണ്ട്? Answer. The wings looked very natural on a human body. ഒരു മനുഷ്യശരീരത്തിൽ ചിറകുകൾ ഇത്ര സ്വാഭാവികമായി ഇരിക്കുന്നത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. Question M. Why does Elisenda let out a sigh of relief? എലിസെൻഡ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടതെന്തുകൊണ്ട്? Answer. She was happy that the old man finally flew away. ആ വൃദ്ധൻ ഒടുവിൽ പറന്നുപോയതിൽ അവൾക്ക് ആശ്വാസം തോന്നി. Let's rewind. Revisit the story and respond to the following questions. Question number 1.
What is the old man's role in the story? How does his presence affect Pelayo's family? കഥയിൽ വൃദ്ധന്റെ പങ്ക് എന്താണ്? അദ്ദേഹത്തിന്റെ സാന്നിധ്യം പെലായോയുടെ കുടുംബത്തെ എങ്ങനെ ബാധിക്കുന്നു? ആൻസർ: The old man acts as a test for human compassion. His presence brings wealth to Pelayo's family, but they treat him poorly. ഈ വൃദ്ധൻ മനുഷ്യത്വത്തിന്റെ ഒരു പരീക്ഷണമായി മാറുന്നു. അദ്ദേഹത്തിന്റെ വരവ് പെലായോയുടെ കുടുംബത്തിന് സമ്പത്ത് നൽകിയെങ്കിലും അവർ അദ്ദേഹത്തോട് മോശമായാണ് പെരുമാറിയത്. Question number 2. Mention any 2 traits of the old man that impress you. വൃദ്ധന്റെ നിങ്ങളെ ആകർഷിച്ച് 2 സ്വഭാവഗുണങ്ങൾ പറയുക. ആൻസർ: His immense patience and his strong will to survive are impressive. അദ്ദേഹത്തിന്റെ അളവറ്റ ക്ഷമയും അതിജീവനത്തിനായുള്ള ശക്തമായ ഇച്ഛാശക്തിയും ശ്രദ്ധേയമാണ്. Question number 3. What elements of the story do you consider magical? Why? കഥയിലെ ഏതെല്ലാം കാര്യങ്ങളാണ് മാന്ത്രികമായി തോന്നുന്നത്? എന്തുകൊണ്ട്? ആൻസർ: The presence of a very old man with huge wings is a magical element because it is supernatural. വലിയ ചിറകുകളുള്ള ഒരു വൃദ്ധന്റെ സാന്നിധ്യം ഒരു മാന്ത്രിക ഘടകമാണ്, കാരണം അത് പ്രകൃത്യാതീതമായ ഒന്നാണ്. Question number 4. Describe the old man's first clumsy attempts at flight. വൃദ്ധന്റെ ആദ്യത്തെ പരാജയപ്പെട്ട പറക്കൽ ശ്രമങ്ങളെക്കുറിച്ച് വിവരിക്കുക. ആൻസർ: He dragged himself through the mud and flapped his wings with difficulty. അദ്ദേഹം ചെളിയിലൂടെ ഇഴയുകയും വലിയ പ്രയാസത്തോടെ ചിറകുകൾ അടിക്കുകയും ചെയ്തു. He knocked over things and couldn't gain height easily. ചുറ്റുമുള്ള സാധനങ്ങൾ തട്ടിത്തെറിപ്പിച്ച അദ്ദേഹം പെട്ടെന്ന് ഉയരത്തിലേക്ക് പറക്കാൻ കഷ്ടപ്പെട്ടു. Question number 5. What happens to the old man's popularity in the course of time? സമയത്തിനനുസരിച്ച് വൃദ്ധന്റെ പ്രശസ്തിക്ക് എന്ത് സംഭവിക്കുന്നു? ആൻസർ: The old man loses his popularity when a spider woman arrives. പുതിയൊരു കാഴ്ചയായ ചിലന്തി സ്ത്രീ എത്തിയതോടെ വൃദ്ധന്റെ പ്രശസ്തി കുറഞ്ഞു. People found her story more interesting than the silent old man. മിണ്ടാതെയിരിക്കുന്ന വൃദ്ധനേക്കാൾ ചിലന്തി സ്ത്രീയുടെ കഥ രസകരമാണെന്ന് ആളുകൾക്ക് തോന്നി. Question number 6. Pick out instances of the following from the story. കഥയിൽ നിന്ന് താഴെ പറയുന്നവയ്ക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തുക. ഇവിടെ 3 കോളങ്ങളിൽ എഴുതിയ തലക്കെട്ടുകൾ ഞാൻ വായിക്കാം. ഇമേജറി അഥവാ മനസ്സിൽ ചിത്രം തെളിയുന്ന രൂപങ്ങൾ, സിമിലി അഥവാ ഉപമകൾ, മാജിക്കൽ എലമെന്റ്സ് അഥവാ മാന്ത്രിക ഘടകങ്ങൾ. ആൻസർ ഇവിടെ കാണിക്കുന്നു. Question number 7. The old man finally manages to fly away. Elisenda watches him till he disappears. You may discuss in groups and attempt alternative endings to the story. വൃദ്ധൻ ഒടുവിൽ പറന്നുപോകുന്നു. അദ്ദേഹം മറയുന്നതുവരെ എലിസെൻഡ നോക്കി നിൽക്കുന്നു. ഈ കഥയ്ക്കു മറ്റൊരു അന്ത്യം നിങ്ങൾ കണ്ടെത്തുക. ആൻസർ: The old man flies to another village and finds a kind family. വൃദ്ധൻ മറ്റൊരു ഗ്രാമത്തിലേക്ക് പറന്നുപോകുകയും അവിടെ ഒരു നല്ല കുടുംബത്തെ കണ്ടെത്തുകയും ചെയ്യുന്നു. They treat him with love and respect unlike Pelayo's family. പെലായോയുടെ കുടുംബത്തെപ്പോലെ അല്ലാതെ അവർ അദ്ദേഹത്തെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ നോക്കുന്നു. Question number 8. Who suffers the most in the story? What does the story tell us about the need for compassion? ഈ കഥയിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ആരാണ്? ദയയുടെ ആവശ്യകതയെക്കുറിച്ച് ഈ കഥ നമുക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ആൻസർ: The old man suffers the most in the story. ഈ കഥയിൽ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് ആ വൃദ്ധനാണ്. He is locked in a dirty chicken coop and treated like a circus animal. അദ്ദേഹത്തെ ഒരു അഴുക്കുപിടിച്ച കോഴിക്കൂട്ടിൽ അടയ്ക്കുകയും ഒരു സർക്കസ് മൃഗത്തെപ്പോലെ കണക്കാക്കുകയും ചെയ്യുന്നു. The story tells us that humans lack compassion for those who are different. തങ്ങളിൽ നിന്ന് വ്യത്യസ്തരായവരോട് മനുഷ്യർക്ക് ദയയില്ലെന്നാണ് ഈ കഥ പറഞ്ഞുതരുന്നത്.
It highlights the need to treat every living being with kindness and dignity. ഓരോ ജീവിയെയും സ്നേഹത്തോടും അന്തസ്സോടും കൂടെ പരിഗണിക്കേണ്ടതിന്റെ ആവശ്യകത ഇത് എടുത്തു കാണിക്കുന്നു. Let's recall and recreate. Question number 1. Go through the story again and list the physical and other traits of the old man and of Pelayo and Elisenda. കഥ വീണ്ടും വായിച്ച് വൃദ്ധന്റെയും പെലായോയുടെയും എലിസണ്ടയുടെയും ശാരീരികവും അല്ലാത്തതുമായ സവിശേഷതകൾ പട്ടികപ്പെടുത്തുക. കുട്ടികളെ, ഞാനിവിടെ പട്ടിക പൂരിപ്പിച്ച് കാണിക്കാം. Now, with the information you have gathered, write brief character sketches of the old man, Pelayo and Elisenda. ഇപ്പോൾ നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് വൃദ്ധൻ, പെലായോ, എലിസെൻഡ എന്നിവരുടെ ലഘുവായ സ്വഭാവ ചിത്രീകരണം തയ്യാറാക്കുക. ആൻസർ: Character sketch of the old man. The old man is a mysterious figure with enormous wings. ഭീമാകാരമായ ചിറകുകളുള്ള നിഗൂഢനായ ഒരു വ്യക്തിയാണ് ഈ വൃദ്ധൻ. He is very patient and bears all cruelties without complaining. അദ്ദേഹം വളരെ ക്ഷമയുള്ളവനാണ്, എല്ലാ ക്രൂരതകളും പരാതികളില്ലാതെ സഹിക്കുന്നു. He represents the weak and the vulnerable in the society. സമൂഹത്തിലെ ദുർബലരെയും നിസ്സഹായരെയും അദ്ദേഹം പ്രതിനിധീകരിക്കുന്നു. Character sketch of Pelayo. Pelayo is an ordinary man who is practical and responsible. പ്രായോഗികമായി ചിന്തിക്കുന്നവനും ഉത്തരവാദിത്തമുള്ളവനുമായ ഒരു സാധാരണ മനുഷ്യനാണ് പെലായോ. He is hardworking, but becomes greedy for money. കഠിനാധ്വാനിയാണെങ്കിലും അദ്ദേഹം പണത്തിനു വേണ്ടി അത്യാഗ്രഹിയായി മാറുന്നു. He represents common people who seek their own profit. സ്വന്തം ലാഭം കൊതിക്കുന്ന സാധാരണ ജനങ്ങളെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്നു. Character sketch of Elisenda. Elisenda is Pelayo's wife and a busy housewife. പെലായോയുടെ ഭാര്യയും തിരക്കുള്ള ഒരു വീട്ടമ്മയുമാണ് എലിസെൻഡ. She is materialistic and suggests charging money to see the old man. പണത്തിന് പ്രാധാന്യം നൽകുന്ന അവളാണ് വൃദ്ധനെ കാണാൻ പണം ഈടാക്കാമെന്ന് നിർദ്ദേശിക്കുന്നത്. She represents human selfishness and the lack of compassion. മനുഷ്യന്റെ സ്വാർത്ഥതയെയും ദയയില്ലായ്മയെയും അവൾ പ്രതിനിധീകരിക്കുന്നു. Question number 2. The news of the sudden appearance of a very old man with enormous wings spreads rapidly in the neighborhood. One of the local residents comes across a notice advertising the opportunity to see the angel for 5 cents. He is deeply saddened by the treatment of the elderly man. He decides to write a letter to the editor expressing his concern. Let's go through the letter. വലിയ ചിറകുകളുള്ള ഒരു വൃദ്ധന്റെ പെട്ടെന്നുള്ള വരവ് അയൽപക്കത്ത് വേഗത്തിൽ പടരുന്നു. 5 സെന്റ് നൽകിയാൽ ഈ മാലാഖയെ കാണാമെന്ന പരസ്യം ഒരു നാട്ടുകാരൻ കാണുന്നു. ആ വൃദ്ധനോടുള്ള പെരുമാറ്റത്തിൽ ദുഃഖിതനായ അദ്ദേഹം തന്റെ ആശങ്ക അറിയിച്ചുകൊണ്ട് പത്രാധിപർക്കൊരു കത്തെഴുതാൻ തീരുമാനിക്കുന്നു. ആ കത്ത് നമുക്കൊന്ന് വായിക്കാം. The editor of the newspaper sends a reporter to investigate and report the incident. Prepare the likely news report. അർത്ഥം: പത്രാധിപർ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ഒരു റിപ്പോർട്ടറെ അയക്കുന്നു. തയ്യാറാക്കാൻ സാധ്യതയുള്ള ആ വാർത്താ റിപ്പോർട്ട് എഴുതുക. ആൻസർ ഇവിടെ കാണിക്കുന്നു, കൂടെ അർത്ഥവുമുണ്ട്. Question number 3. With the arrival of the very old man with enormous wings, Pelayo's life changes. He notes his concerns in his diary. Write the likely diary entry. അർത്ഥം: വലിയ ചിറകുകളുള്ള വൃദ്ധന്റെ വരവോടെ പെലായോയുടെ ജീവിതം മാറുന്നു. അവൻ തന്റെ ആശങ്കകൾ ഡയറിയിൽ കുറിക്കുന്നു. ആ ഡയറി കുറിപ്പ് തയ്യാറാക്കുക. ആൻസർ: Question number 4. Examine the picture carefully. What does the picture tell you? Write a phrase/sentence about it. അർത്ഥം: ചിത്രം ശ്രദ്ധാപൂർവം പരിശോധിക്കുക. ഈ ചിത്രം നിങ്ങളോട് എന്താണ് പറയുന്നത്? ഇതിനെക്കുറിച്ചൊരു വാചകം അല്ലെങ്കിൽ പ്രയോഗം എഴുതുക. ആൻസർ: The picture represents humanity and mutual support. It shows the importance of helping each other. A helping hand can change a life.
ഈ ചിത്രം മാനുഷികതയെയും പരസ്പരമുള്ള പിന്തുണയെയുമാണ് സൂചിപ്പിക്കുന്നത്. പരസ്പരം സഹായിക്കുന്നതിന്റെ പ്രാധാന്യം ഇത് കാണിക്കുന്നു. ഒരു സഹായഹസ്തത്തിന് ഒരു ജീവിതം മാറ്റാൻ കഴിയും. Now read the following phrases. Do you find these phrases interesting? Why? താഴെ നൽകിയിരിക്കുന്ന പ്രയോഗങ്ങൾ വായിക്കുക. ഈ പ്രയോഗങ്ങൾ നിങ്ങൾക്ക് താൽപ്പര്യമുള്ളതായി തോന്നുന്നുണ്ടോ? എന്തുകൊണ്ട്? Answer. Yes, I find these phrases very interesting. അതെ, ഈ പ്രയോഗങ്ങൾ എനിക്ക് വളരെ താൽപ്പര്യമുള്ളതായി തോന്നുന്നു. Because they are short, creative and give positive messages. കാരണം അവ വളരെ ലളിതവും സർഗാത്മകവും നല്ല സന്ദേശങ്ങൾ നൽകുന്നതുമാണ്. They encourage us to think differently and be hopeful about life. വ്യത്യസ്തമായി ചിന്തിക്കാനും ജീവിതത്തെക്കുറിച്ച് ശുഭപ്രതീക്ഷയുള്ളവരായിരിക്കാനും അവ നമ്മെ പ്രേരിപ്പിക്കുന്നു. A caption is a title or brief explanation of a picture, an illustration, a cartoon or a poster. ഒരു ചിത്രം, ഇല്ലസ്ട്രേഷൻ, കാർട്ടൂൺ അല്ലെങ്കിൽ പോസ്റ്റർ എന്നിവയുടെ തലക്കെട്ടിനെയോ ലഘുവായ വിവരണത്തെയോ ആണ് ക്യാപ്ഷൻ എന്ന് വിളിക്കുന്നത്. റൈറ്റ് സ്യൂട്ടബിൾ ക്യാപ്ഷൻസ് ഫോർ ദ ഫോളോയിങ്. ഇനി താഴെ പറയുന്നവയ്ക്ക് അനുയോജ്യമായ അടിക്കുറിപ്പുകൾ എഴുതുക. ആൻസർ. പിക്ചർ 1. എ ബോണ്ട് ബിയോണ്ട് വേർഡ്സ്. വാക്കുകൾക്കതീതമായ ഒരു ബന്ധം. പിക്ചർ 2. വേൾഡ്സ് സേഫസ്റ്റ് നെസ്റ്റ്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ കൂട്. പിക്ചർ 3. ലോഞ്ചിങ് ലിറ്റിൽ ഡ്രീംസ്. കൊച്ചു സ്വപ്നങ്ങളെ യാത്രയാക്കുന്നു. കുട്ടികളെ, ഇത് ഞാൻ എഴുതിയ ഒരു ക്യാപ്ഷൻ മാത്രമാണ്. നിങ്ങൾക്കിഷ്ടമുള്ളത് എഴുതാം. മോണ്ടേജ്. എ പിക്ചർ, ഫിലിം ഓർ പീസ് ഓഫ് മ്യൂസിക് വിച്ച് കൺസിസ്റ്റ്സ് ഓഫ് സെവറൽ ഡിഫറെന്റ് തിങ്സ് പുട്ട് ടുഗെദർ. വ്യത്യസ്തങ്ങളായ പല ചിത്രങ്ങളോ സിനിമയുടെ ഭാഗങ്ങളോ അല്ലെങ്കിൽ സംഗീതമോ കൂട്ടിയിണക്കി തയ്യാറാക്കുന്ന ഒന്നാണ് മോണ്ടേജ്. Question number 5. The old man is treated differently by various characters in the story. This is a reflection on human nature. Discuss in groups and fill in the blanks below. കഥയിലെ വിവിധ കഥാപാത്രങ്ങൾ ആ വൃദ്ധനോട് വ്യത്യസ്ത രീതിയിലാണ് പെരുമാറുന്നത്. ഇത് മനുഷ്യ സ്വഭാവത്തിന്റെ പ്രതിഫലനമാണ്. ഗ്രൂപ്പുകളായി ചർച്ച ചെയ്ത് താഴെ നൽകിയിരിക്കുന്ന വിടവുകൾ പൂരിപ്പിക്കുക. ആൻസർ. Now prepare a write-up on the basis of above table about the attitude of society to the weak and the vulnerable and the need for compassion and kindness. അർത്ഥം, ദുർബലരോടും നിരാലംബരോടുമുള്ള സമൂഹത്തിന്റെ മനോഭാവത്തെക്കുറിച്ചും കരുണയുടെയും ദയയുടെയും ആവശ്യകതയെക്കുറിച്ചും മുകളിലെ പട്ടികയുടെ അടിസ്ഥാനത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക. ആൻസർ. Question number 6. Read this conversation between an aged mother and her caregiver in an old age home. Prepare a short script for a skit to be performed in your class based on the conversation. ഒരു വൃദ്ധസദനത്തിലെ പ്രായമായ അമ്മയും അവരെ പരിചരിക്കുന്ന ആളും തമ്മിലുള്ള സംഭാഷണം വായിക്കുക. ഈ സംഭാഷണത്തെ ആസ്പദമാക്കി നിങ്ങളുടെ ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ ഒരു ചെറിയ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. ആൻസർ. കുട്ടികളെ, ഇതോടെ നമ്മുടെ പാഠത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായിട്ടുണ്ട്. വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കാനും മറക്കരുത്. പുതിയ ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. നന്ദി.